വിചാരണ പൂർത്തിയായതിനാൽ നടിയെ ആക്രമിച്ച കേസ് ഡിസംബർ 8-ന് വിധി പറയും. കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ്. ക്വട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. ഇപ്പോൾ ഇതാ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടും ദിലീപുമായി ബന്ധപ്പെട്ട് തനിക്കറിയാവുന്ന കാര്യങ്ങൾ കോളർ ബ്ലോഗിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ ശാന്തിവിള ദിനേശ് വെളിപ്പെടുത്തുന്നു. ഒരാളെ ഫോക്കസ് ചെയ്താൽ അയാളെ ചട്ടിയിലാക്കണം എന്ന് മാത്രമാണ് മലയാളികൾക്ക് ആഗ്രഹമുണ്ടെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. 6-7 വർഷക്കാലം മലയാളികൾക്ക് ആവശ്യമായും ആവശ്യമില്ലാതെയും ചർച്ച ചെയ്ത ഒരു നടന്റെ കരിയർ മുഴുവൻ നശിപ്പിച്ചു. അയാളുടെ കോടിക്കണക്കിന് രൂപ നശിപ്പിച്ചു. മാനസികമായി പീഡനം നൽകിയ കേസാണിത്. അയാൾക്കും ഒരു ഭാര്യയും 2 പെൺകുട്ടികളുമുണ്ടെന്ന് പലരും ചിന്തിച്ചില്ല. ഒരു പ്രബല ഗ്രൂപ്പ് നൽകിയ ഒരിക്കലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു കേസിന്റെ വിധിയാണ് 8-ാം തീയതി പറയാൻ പോകുന്നത്. ഒരു നടിയെ ആക്രമിക്കുന്നു. അതിനുശേഷം അവരോട് തന്നെ ചോദിക്കുന്നു എവിടെ കൊണ്ട് വിടണമെന്ന്. ഇതുപോലെയൊന്നും ഇന്ത്യയിലെന്നല്ല ലോകത്തെ എവിടെയും നടക്കാൻ സാധ്യതയില്ല. പൾസർ സുനിയും സംഘവും മനസാക്ഷിയുള്ളവരായതുകൊണ്ട് എവിടെയാണ് പോകേണ്ടതെന്ന് നടിയോട് ചോദിച്ചു. ശേഷം ലാലിന്റെ വീട്ടിൽ കൊണ്ടുവിടുന്നു. ആ നടിയുടെ അച്ഛൻ 35 വർഷത്തോളം എന്റെ സുഹൃത്തായിരുന്നു. എന്റെ സിനിമകളിൽ നായകനായിട്ടുണ്ട്. ഞാൻ അവളെ അനിയത്തിയെപ്പോലെയാണ് കൊണ്ടു നടന്നിട്ടുള്ളത്. ഞാൻ അവൾക്കെതിരെ സംസാരിച്ചിട്ടും എന്റെ സുഖവിവരങ്ങൾ അവൾ ആളുകളോട് തിരക്കാറുണ്ട്. എന്നെക്കുറിച്ച് അവൾക്ക് ഒരു പരാതിയുമില്ല. പൈസ ഇല്ലാതിരുന്നപ്പോൾ അവൾ എന്നെ പണത്തിന് നിർബന്ധിച്ചിട്ടില്ല. ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം.